ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രകടനം എയ്റോ ഇന്ത്യ ഷോ, അതിൻ്റെ 15ാം പതിപ്പ് ബംഗളൂരുവിലെ യലഹങ്ക വ്യോമത്താവളത്തിൽ നിരവധി കാണികളെ ആകർഷിച്ചുകൊണ്ട് മുന്നേറിക്കഴിഞ്ഞു. എന്നോടൊപ്പം ഈ എയ്റോ ഇന്ത്യയിൽ പങ്കെടുക്കാനെത്തിയ അല്ലെങ്കിൽ നിരവധി എയ്റോ ഇന്ത്യ ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലചേട്ടാ, ഇത്തവണ ഇപ്പോൾ നിരവധി എയ്റോ ഷോയെ കാണുന്നത്, ഇത്തവണത്തെ എയ്റോ ഷോയുടെ ഒരു പ്രത്യേകതയായിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ശ്രീധര, ഇത്തവണത്തെ എയ്റോ ഷോയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ട് സൈനിക ശക്തികളുടെ അവരുടെ അഭിമാനമായ 2 യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണ്. അമേരിക്കയുടെ F-35 അതുപോലെ തന്നെ റഷ്യയുടെ Su-57. ഒരുപക്ഷെ സമീപകാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ ഒരിടത്തും ഈ 2 പോർ വിമാനങ്ങൾ ഒരുമിച്ച് ഒരേ എയ്റോ ഷോയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എനിക്ക് തോന്നുന്നത് വിദേശ കാര്യങ്ങൾ മാത്രമല്ല, എയ്റോ ഇന്ത്യ ഷോ എന്ന് പറയുമ്പോൾ ആത്മനിർഭർ ഭാരതാണ്. ഇന്ത്യൻ പോർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം നമ്മുടെ മാതൃഭൂമി പ്രതിനിധി എബിൻ മാത്യു കൂടി ചേരുന്നുണ്ട്. എബിൻ നിരവധി തവണ എയ്റോ ഇന്ത്യ ഷോ കവർ ചെയ്തിട്ടുള്ള ആളാണ്, ബാംഗ്ലൂരിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. എബിൻ, ഇത്തവണത്തെ ഇന്ത്യയുടെ ഒരു സംഭാവന എന്തൊക്കെയാണ് ഈ ഷോയിൽ? ഇത്തവണ വിദേശ രാജ്യങ്ങളുടെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ അഭിമാനമായ തേജസ്, അതുപോലെ LEO, അതുപോലെ മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, അതുപോലെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ ഒരുപാട് വിമാനങ്ങളുടെ പ്രദർശനം ഇത്തവണ എയ്റോ ഇന്ത്യ നടക്കുന്നുണ്ട്. അതുപോലെ HALന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണല്ലേ? HALന്റെ ഒരു അഭിമാനമാണ് ഈ പറഞ്ഞ തേജസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വന്തമായി നിർമ്മിച്ച് രാജ്യത്ത് സമർപ്പിച്ച മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കാൻ സാധിക്കുന്ന ഒരു പ്രകടനമാണ് തേജസിൻ്റേതെന്ന് പറയുന്നത്. അതെ, പറഞ്ഞാലും തീരാത്ത വൈവിധ്യങ്ങളുടെ പ്രദർശനമാണ് എയ്റോ ഇന്ത്യ ഷോ. ഓരോ തവണയും കാണുമ്പോഴും പുതുമ നൽകുന്ന അഭ്യാസ പ്രകടനങ്ങൾ. ഞൊടിയിടയിൽ വാനിലുയർന്നും കുത്തനെ താഴേക്കിറങ്ങിയും അതേ വേഗത്തിൽ തന്നെ മലക്കം മറിഞ്ഞും വൈമാനികരുടെ അഭ്യാസ പ്രകടനം. ഓരോ എയ്റോ ഷോയും കൗതുകങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. ഇത്തവണയത് 5ാം തലമുറ പോർവിമാനങ്ങളായ റഷ്യയുടെ സുഖോയ് 57E, അമേരിക്കയുടെ F-35 എന്നിവയുടെ പ്രകടനമാണ്. സുഖോയ് 57E വ്യോമസേന ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന സുഖോയ് പരമ്പരയിലെ മുൻനിര പോരാളി. ശത്രു റഡാറുകളെ കബളിപ്പിക്കാനുള്ള ശേഷി, ബ്രഹ്മോസ് ഉൾപ്പെടെ അത്യാധുനിക മിസൈലുകളെ വഹിക്കാനുള്ള കഴിവ്, അതിവേഗം കൃത്യതയോടെ ശത്രുവിനെ തച്ചു തകർക്കാനുള്ള ശക്തി, ഇതെല്ലാം സുഖോയ് 57നെ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ്. ഒട്ടും പുറകിലല്ല അമേരിക്കയുടെ വജ്രായുധം F-35. സുഖോയ് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും നൽകാൻ F-35-നുമാകും. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ പോർ വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ സുഖോയ് വിമാനങ്ങൾ നിലവിൽ സേനയുടെ ഭാഗമായതിനാൽ തന്നെ സുഖോയ് 57 വാങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. നമ്മുടെ സേനകൾ ഉപയോഗിക്കുന്നതിൽ കൂടുതലും റഷ്യൻ നിർമ്മിത റഡാറുകളും പ്രതിരോധ ഉപകരണങ്ങളുമായതിനാലും റഷ്യയുമായുള്ള പരമ്പരാഗത സഹകരണവും കണക്കിലെടുത്ത് സുഖോയ് 57 ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്.
എന്നാൽ പ്രതിരോധ രംഗത്ത് അമേരിക്കയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടെ F-35യും സേനയുടെ ഭാഗമായാലും അത്ഭുതപ്പെടാനില്ല. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ തവണ കാണികളെ ഹരം കൊള്ളിച്ച റഫാലും നമ്മുടെ സ്വന്തം തേജസും എയ്റോ ഇന്ത്യ ഷോയുടെ ആകർഷണങ്ങളാണ്. പോർവിമാനങ്ങൾ മാത്രമല്ല, ഒരേ സമയം യുദ്ധമുഖത്തും രക്ഷാപ്രവർത്തന രംഗത്തും സജീവമായ ഹെലികോപ്റ്ററുകളും അഭ്യാസ പ്രകടനങ്ങളിലൂടെ അതിശയിപ്പിക്കുന്നുണ്ട്. ഇക്കാണുന്ന ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ നിർമ്മിച്ചത് ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽപ്പെടുത്തിയാണ്. പൂർണ്ണമായും തദ്ദേശീയൻ. കർണാടകയിലെ തുംകൂർ HAL ഫാക്ടറിയിൽ നിന്നാണ് LUHന്റെ പിറവി. അഭ്യാസ പ്രകടനങ്ങളിൽ കൂടുതൽ കയ്യടി പതിവ് പോലെ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിനാണ്. 9 പോർവിമാനങ്ങൾ കാണികളെ ത്രസിപ്പിച്ചുകൊണ്ട് ഉയരങ്ങളിൽ പുതുചരിത്രം രചിക്കുന്നു. മലയാളിയായ വൈമാനികൻ അലൻ ജോർജും സൂര്യകിരണിന്റെ ഭാഗമാണ്. ഇതുകൂടാതെ ഭീമൻ യാത്രാ വിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നു. മുൻവർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടി കാണികളാണ് ഇക്കുറി അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ യലഹങ്ക വ്യോമത്താവളത്തിലേക്ക് എത്തിയത്. It was real super fun. We didn't expect it to be that much fun, and initially we were late. We thought that we have missed a lot of things, but in the end when we saw so many planes doing so many formations with so many smokes, different tri-colored smokes, it was like a different experience altogether. Very nice experience here. We not seen any aircraft anywhere else. We are very excited to see Su-37 and F-35 American flight also very nice. Very excited, very nice to see. വ്യോമസേനയ്ക്ക് പുറമെ തീരസംരക്ഷണ സേനയും ഇക്കുറി അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമാണ്. സേനയുടെ 50 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് എയ്റോ ഷോയിൽ പങ്കെടുക്കുന്നത്. മലയാളിയായ കമാൻഡർ തിങ്കൾ തരകൻ കോസ്റ്റ് ഗാർഡ് സംഘത്തിന്റെ അഭ്യാസ പ്രകടനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്നത് അഭിമാനം. നമ്മളിപ്പോൾ ഈ പോർ വിമാനങ്ങളുടെ ഒരു പ്രകടനമൊക്കെ കണ്ടു. അത് വല്ലാതെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ പ്രതിരോധ രംഗത്ത് നമ്മൾ എത്ര ശക്തരാണ് എന്ന് തെളിയിക്കുന്നത് ഈ സ്റ്റാളുകളാണ്, അല്ലേ? തീർച്ചയായിട്ടും ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ത്യ ഈ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ കൈവരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ പ്രദർശനം ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഈ DRDO എന്തൊക്കെയുള്ളത്? DRDO നമുക്കിവിടെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ മിസൈലുകളും റഡാറുകളൊക്കെ നമുക്കിവിടെ DRDO ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പോയി കാണാം. പ്രതിരോധ മേഖലയിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എയ്റോ ഷോയെ വ്യത്യസ്തമാക്കുന്നു.
ഇത്തവണ ഭാരതം അഭിമാന പുരസ്സരം ലോകത്തിനു മുൻപിൽ പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു പോരാളിയെ കൂടിയാണ്. അതെ, സ്വന്തമായി 5ാം തലമുറ വിമാനമെന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ ചുവടുവെക്കുകയാണ്. പോർവിമാനങ്ങളുടെ 6ാം തലമുറ വരെ ഇതിനോടകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. ചൈനയാണ് 6ാം തലമുറ പോർവിമാനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോഴും 5ാം തലമുറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ റിസർച്ചിലുള്ള 5ാം തലമുറ പോർവിമാനം. AMCA എന്നാണ് പറയുന്നത്, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ Su-57 റഷ്യൻ നിർമ്മിതമായിട്ടുള്ള സുഖോയ് 57, അമേരിക്കയുടെ F-35 ഇതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള പോർവിമാനമാണ് ഇപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ADA ആണ്, എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സീനിയർ ശാസ്ത്രജ്ഞരായിട്ടുള്ള ശ്രീ നാഗേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ദിസ് ഈസ് എ 5.5 ജനറേഷൻ ഇന്ത്യൻ ഡിസൈൻഡ് എയർക്രാഫ്റ്റ് ആണ്. ഇത് നമുക്ക് സ്റ്റെൽത്ത് എന്ന് പറയൂ. ദിസ് ഈസ് എ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്. നിങ്ങൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് F-35 ആൻഡ് ദി Su-57 വാട്ട് എവർ ഈസ് ബീങ് ഫ്ലോൺ ഓൺ ദ എയ്റോ ഇന്ത്യ ഷോ. എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ദിസ് ഇസ് ദ ഇന്ത്യൻ ആൻസർ ടു ദ വേൾഡ് അങ്ങനെ പറയാണ്. നമ്മൾ സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഷേപ്പിംഗ് തന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. യു ക്യാൻ സീ ദ ഷാർപ്പ് കോർണർസ് ആൻഡ് ഓൾസോ ദ ബ്ലണ്ട് എഡ്ജസ് വിച്ച് ഡോണ്ട് അലോ ദ റഡാർ, എനിമി റഡാറിൻ്റെ സിഗ്നേച്ചർ കുറയ്ക്കാനായിട്ട് ഇത് നമുക്ക് കാണാതെ ഇരിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. Su-57 F-35 ഒക്കെയാണല്ലോ പറയുന്നത്. അതിൽ നിന്ന് ഇതിനെ നമുക്ക് കുറച്ചും കൂടെയും ഇതിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ ഒരു ഗുണമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? നിങ്ങൾ അതിലുള്ളായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇതിലുണ്ടായിരിക്കും. എന്താ പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റെൽത്താണ്. അതിൻ്റെ അടുത്ത പരിപാടി ഇതിൽ ചെയ്തിട്ടുള്ളത് യു ഹാവ് ലോട്ട് ഓഫ് ഇൻറ്റർണൽ വെപ്പൺസ്. ഇതിൻ്റെ എല്ലാ വെപ്പൺസ് ഇതിൻ്റെ അകത്തോട്ടായിരിക്കും. ഇതിൻ്റെ വെൻ യു സീ ദാറ്റ് ഓൾ ദിസ് എയർ ടു എയർ മിസൈൽ, എയർ ടു ഗ്രൗണ്ടിൻ്റെ പരിപാടികളെല്ലാം ഇതിൻ്റെ അകത്തോട്ടുണ്ട്. So our pilot will decide what is the action to be taken for any adversary. അതുപോലെ തന്നെ when he decides and then takes the action, information അനുസരിച്ച് the missiles will act and then it will come out of the belly of the aircraft and then it will target to the enemy. Su-30 നമുക്ക് ബ്രഹ്മോസൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഔട്ട്സൈഡ് എന്താ പറഞ്ഞാൽ ദർ ഈസ് എ പ്ലാൻ ഓഫ് ഫിറ്റിംഗ് ദ ബ്രഹ്മോസ് ഇൻ ദ എക്സ്റ്റർണൽ, നോട്ട് ഇൻ ദ ഇൻറ്റർണൽ വെപ്പൺ. നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന, പാകിസ്ഥാൻ അവരെയൊക്കെ റഡാറിനെ ബ്രേക്ക് ചെയ്യാൻ ഇതിന് സ്ട്രെങ്ത് ഉണ്ടല്ലേ? ഇപ്പോൾ നിങ്ങൾ ചൈന നോക്കുമ്പോൾ ചൈന ഈസ് ഹാവിങ് J-20 ഈസ് അവർ പറയുന്നു അത് സ്റ്റെൽത്ത് ആണെന്ന്. പക്ഷേ എത്രയൊക്കെ എന്ന് പറഞ്ഞിട്ട് വി ഡോണ്ട് ഹാവ് എനി ഡേറ്റ. ബട്ട് വി ഹാവ് ടുഡേ ദ AMCA മെയ്ഡ് ഇൻ ഇന്ത്യ വിച്ച് വിൽ ബി ദ 5.5 ജനറേഷൻ വിച്ച് വിൽ ബി കണ്ടംപററി എന്ന് പറഞ്ഞാൽ വെൻ വി ഗെറ്റ് ഇൻഡക്റ്റഡ് ടു ദ എയർഫോഴ്സ് ഇറ്റ് വിൽ ബി ദ കണ്ടംപററി ഓഫ് ദാറ്റ് ടൈംസ്. ഏതായാലും വളരെ നന്ദി സാർ. താങ്ക് യു. നമ്മുടെ വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകളിലൊന്നാണ് തേജസ്, അല്ലെങ്കിൽ LCA എന്നൊക്കെ പറയുന്ന തേജസ്. ഈ തേജസ്സിലുള്ള സെൻസറുകളും റഡാറുകളൊക്കെ നിർമ്മിക്കുന്നത് DRDO ആണ്. ഇപ്പോൾ DRDOയിലെ ശാസ്ത്രജ്ഞൻ ശ്രീ പീറ്റർ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാളിൽ അല്ലെങ്കിൽ DRDO LCAക്ക് വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മളിവിടെ LCA പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യുന്ന പല ടൈപ്പ് സെൻസറുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരുപക്ഷെ സെൻസറുകൾ എന്താണെന്ന് മനസ്സിലാവില്ല. ശരിക്കും ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കണ്ണുകളും കാതുകളുമാണ് അതിൻ്റെ സെൻസറുകളെന്ന് പറയുന്നത്. അപ്പം പൈലറ്റിന് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളാണ് ഈ സെൻസറുകളെന്ന് പറയുന്നത്. അത് എയർക്രാഫ്റ്റിൻ്റെ പല ഭാഗങ്ങളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിലേറ്റവും ഉപയോഗിക്കപ്പെടുന്ന സെൻസറുകളിൽ ഒന്നായ റഡാറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റഡാർ എന്ന് പറയുന്നത് 150 മുതൽ അല്ലെങ്കിൽ 200 കിലോമീറ്ററിനപ്പുറം റേഞ്ചുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റാണ്. അതുവഴി നമുക്ക് ശത്രു രാജ്യത്ത് നിന്ന് നമ്മുടെ സൈഡിലേക്ക് വരുന്ന എയർക്രാഫ്റ്റുകളെ കണ്ടുപിടിക്കാനും അത് വളരെ മുന്നോടിയായിട്ട് പൈലറ്റിന് അറിയിച്ചു കൊടുക്കാനും കഴിയുന്ന ഒരു സെൻസറുണ്ട്.
അതിനുശേഷം വളരെ ചെറിയ റേഞ്ചുകൾ, അതായത് 50 കിലോമീറ്ററിന് താഴെയുള്ള റേഞ്ചുകളിലും ഈ എയർക്രാഫ്റ്റിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ വഴി അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ള ഉപകരണമാണ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 5th ജനറേഷൻ ഫൈറ്ററിൻ്റെ റഡാർ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു കോൺസെപ്ച്വലൈസേഷൻ ഫേസിലാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വേരിയൻറ്റ് തന്നെയായിരിക്കും ആ റഡാർ വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ശത്രു രാജ്യങ്ങളിലേക്ക് കടന്നു കയറി നമ്മൾ ഒരു പക്ഷേ നമ്മൾ വരുന്നുണ്ട് എന്ന് ശത്രു രാജ്യത്തിന് മനസ്സിലാകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മിസൈൽ ആക്രമണമോ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ആ അവിടെ കാണിച്ചിരിക്കുന്ന ഒരു മിസൈൽ അപ്രോച്ചിങ് വാർണിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ ഈ ഒരു ഒഫെൻസീവ് ആക്ഷൻ, അതായത് ശത്രു രാജ്യത്ത് കയറി അതിനെ എന്താ പറയുക ഡിറ്റക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ റഡാറുകളും ബാക്കി ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റുകളും ജാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു ജാമിങ് എക്വിപ്മെൻ്റാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് ആക്റ്റീവ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ അല്ലെങ്കിൽ ASPJ പോഡ് എന്ന് വേണമെങ്കിലും. അതാണ് ഇവിടെ ഈ ഡിവൈസ്, ഈ സിലിണ്ടർ ട്യൂബ് പോലെ ഇരിക്കുന്ന ഡിവൈസിന് ASPJ പോഡ് എന്ന് പറയും. അത് ജാമിങ് സിസ്റ്റമാണ്. ഭാരതത്തിൻ്റെ പോർമുഖങ്ങളിൽ നിർണായകമാണ് DRDO, HAL തുടങ്ങി പ്രതിരോധ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. DRDO വികസിപ്പിച്ച ഭൂഖണ്ഡാന്തര മിസൈലുകളുടെയും ഹ്രസ്വദൂര മിസൈലുകളുടെയും മാതൃകകൾ പ്രദർശനശാലകളിലേക്ക് കാണികളെ ആകർഷിക്കുന്നുണ്ട്. വിവിധോദ്ദേശങ്ങൾക്കുള്ള അത്യാധുനിക റഡാറുകളും പ്രദർശനത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ DRDOൻ്റെ സ്റ്റാളിലാണുള്ളത്. നേരത്തെ ബിൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ റഡാറുകൾ അതുപോലെ തന്നെ മിസൈലുകൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് DRDO ആണ്. ഇതിപ്പോൾ സോണാറാണെന്ന് തോന്നുന്നു അല്ലേ? എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇത് രണ്ടും നമ്മളുടെ എയർബോൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ എക്സ്പെൻഡബിൾ ഐറ്റംസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോണാറുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയും ഇത് ആൻറ്റി സബ്മറൈൻ വാർഫെയറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും എക്സ്പെൻഡബിൾ ഐറ്റമാണ്. അതായത് അതിൻ്റെ ലൈഫ് ടൈമിന് ശേഷം അത് സിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സീൻ്റെ ബോട്ടമിലേക്ക് പോകും. പിന്നെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് സബ്മറൈൻ സിഗ്നേച്ചേഴ്സ് സിമുലേറ്റ് ചെയ്യും. അതായത് നമുക്ക് ആക്ച്വൽ സബ്മറൈൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ നമ്മുടെ എയർ ടു സീ ആണ്. അതെ, രണ്ടും എയർ ടു സീ ആണ്. നോക്കൂ, നമ്മുടെ പോർവിമാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിയാമോ? ഓരോ പോർവിമാനത്തിനു പിന്നിലും DRDOയിലെ ശാസ്ത്രജ്ഞരുടെ വലിയ പരിശ്രമങ്ങളുണ്ട്. ഇതിലേക്കുള്ള സെൻസറുകളും റഡാറുകളും ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ചതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ അഭിമാനമായ തേജസ് വിമാനത്തിലെ റഡാറുകളും സെൻസറുകളും എല്ലാം വികസിപ്പിച്ചത് DRDOയാണ്. തീർന്നില്ല. വരുംകാല യുദ്ധരംഗത്ത് നിർണായകമാകുന്ന ആളില്ലാ വിമാനം കാറ്റ് വാരിയർ ഉൾപ്പെടെ പ്രദർശനത്തിന്റെ ഭാഗമാണ്. പ്രതിരോധ രംഗത്ത് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ കാര്യമായി ആലോചിക്കുന്നുണ്ട്. 30ഓളം രാജ്യങ്ങളിൽ നിന്നായി 900ഓളം കമ്പനികളാണ് എയ്റോ ഇന്ത്യ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. കുറേ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഹാങ്ങർ 2-3 ഉണ്ടായിരുന്നു. ഇപ്പോൾ എഫും ജിയിലൊക്കെ എത്തിത്തുടങ്ങി. അതുമാതിരി ഒരുപാട് കമ്പനികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ എയ്റോ ഇന്ത്യ ഷോയുടെ ഭാഗമായി സാധ്യമായ കരാറുകൾ പലതും ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല എന്നത് ന്യൂനതയാണ്. തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിലെ അതൃപ്തി അടുത്തിടെ വ്യോമസേനാ മേധാവി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ തൊട്ടയൽവക്കമായ ചൈന അതിവേഗം വ്യോമരംഗത്ത് പുരോഗമിക്കുകയും അമേരിക്കൻ നിർമ്മിത പോർവിമാനങ്ങൾ പാകിസ്ഥാന് ലഭ്യമാകുകയും ചെയ്തതോടെ ഉണ്ടാകുന്ന ഭീഷണി മറികടക്കാൻ ചുവപ്പുനാടകൾ നീങ്ങിയേ മതിയാവൂ. ഇങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി എയ്റോ ഇന്ത്യ ഷോയ്ക്ക് സമാപനം കുറിക്കുമ്പോൾ ഉയരുന്നുണ്ട്.